സിപിഎമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാവും മുൻമന്ത്രിയുമൊക്കെയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ചരമവാർഷികമാണ്. നമുക്കറിയാവുന്നതാണ്. സിപിഎം വലിയ തോതിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കോടിയേരി വീട്ടിൽ അദ്ദേഹത്തിന് ഒരു നിത്യസ്മാരകം ഒരുങ്ങിയിരിക്കുകയാണ്. അർത്ഥകായ വെങ്കല പ്രതിമ കുടുംബം നിർമ്മിച്ചതാണ്. അതിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ശില്പി മനോജ് കുമാറിനുള്ള ഉപഹാര കോടിയേരിയുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുൻപിലാണ് കുടുംബം ശില്പം സ്ഥാപിക്കുന്നത്. ചരമവാർഷിക ദിനമായി ഇന്ന് 11:30 കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. അതിനോടൊപ്പം തന്നെ കോടിയേരിയുടെ വീട്ടിൽ കോടിയേരി സ്മൃതി പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. വീടിന്റെ മുകൾ നിലയിലെ ഹാളിലാണ് അദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങൾ, നേതാക്കളോടും കുടുംബാംഗങ്ങളോടൊപ്പമുള്ള ചിത്രങ്ങൾ, ഉപഹാരങ്ങൾ ഇതെല്ലാം സൂക്ഷിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഇത് കാണാൻ എത്തുന്നുണ്ട്. ഈ പ്രതിമ താഴെ ചൊവ്വയിലെ ശില്പി എൻ മനോജ് കുമാറാണ് ശില്പം ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 30 ഇഞ്ച് ഉയരമുണ്ട്. 2024 ജനുവരിയിലാണ് പ്രതിമയുടെ നിർമ്മാണം തുടങ്ങിയത്. മുഖ്യമന്ത്രിക്കൊപ്പം സ്പീക്കർ എൻ ഷംസീർ, ജില്ലയിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. കോടിയേരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ സിപിഎം വലിയ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്ന സമയം കൂടിയാണിത്. ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഫെലിക്സ്, കോടിയേരി ബാലകൃഷ്ണൻ സിപിഎമ്മിന് എന്തായിരുന്നു എന്നുള്ളത് സിപിഎമ്മും സിപിഎമ്മിന്റെ അണികളും പുറത്തുള്ളവരും കൂടി തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനം എത്തുന്നത്. എത്രത്തോളം വിപുലമായ പരിപാടിയാണ് സംഘടിപ്പിക്കപ്പെട്ടത്? വിവരം. മധു, കോടിയേരി ബാലകൃഷ്ണന്റെ 2ാം ഓർമ്മ ദിനത്തിലാണ് അദ്ദേഹത്തിന്റെ കോടിയേരിയിലെ വീട്ടിൽ ഈ വെങ്കല പ്രതിമ അനാച്ഛാദനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. രാവിലെ പയ്യാമ്പലത്ത് പുഷ്പാർച്ചന ഉണ്ടായിരുന്നു. അത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർവഹിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീട്ടിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി പ്രതിമ അനാച്ഛാദനം നടത്തിയത്. വിപുലമായ പരിപാടികൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അനുസ്മരണ യോഗമടക്കം ചേരും. നാം സൂചിപ്പിച്ച പോലെ തന്നെ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധി കാലഘട്ടത്തിലും എങ്ങനെ പ്രതികരിക്കണം എന്ന കാര്യത്തിലടക്കം ഒരു മാതൃകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ന് അനുസ്മരണ യോഗത്തിൽ എം വി ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയിരുന്നു, എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്നതിൽ ഒരു കോടിയേരി ടച്ച് ഉണ്ടായിരുന്നു. അത് എനിക്ക് മറ്റാർക്കും ആ രീതിയിലൊരു കോടിയേരി ടച്ചിലേക്ക് എത്താൻ കഴിയില്ല എന്ന് എം വി ഗോവിന്ദൻ തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എന്ത് വലിയ പ്രതിസന്ധി ഘട്ടത്തിലും എന്ത് വലിയ വിഷയം മുന്നിൽ വന്നാലും ആ വിഷയത്തോടൊക്കെ വളരെ സമന്വയത്തോടെ പ്രതികരിക്കാൻ വളരെ ഡിപ്ലോമസിയൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു സിപിഎമ്മിലെ വളരെ അപൂർവ നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് നമുക്കറിയാം. അതിലും അദ്ദേഹത്തിന് 2ാം ചരമദിനത്തിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ വെങ്കല പ്രതിമ ഒരുക്കിയത്. ആ വെങ്കല പ്രതിമ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാച്ഛാദനം ചെയ്തു. ഇനിയിപ്പോൾ അനുസ്മരണ യോഗമടക്കം ചേരുന്നുണ്ട്. രാവിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം എൻ വി ഗോവിന്ദൻ അടക്കമുള്ള സിപിഎമ്മിന്റെ എല്ലാ പ്രമുഖ നേതാക്കളും ഇപ്പോൾ പ്രതിമ അനാച്ഛാദനത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. എം വി ജയരാജൻ, പി ജയരാജൻ അടക്കമുള്ള നേതാക്കളൊപ്പം തന്നെ ഇതൊരു പാർട്ടി പരിപാടിയായി മാത്രം മാറ്റുന്നില്ല. എല്ലാ മേഖലയിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരെയും വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും ടി പത്മനാഭൻ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ പ്രതിമാനാച്ഛാദനത്തിനായി ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. ഏതായാലും മുഖ്യമന്ത്രി ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. ഇന്ന് കോടിയേരി അനുസ്മരണ ദിനത്തിൽ വിപുലമായ പരിപാടികൾ, പ്രത്യേകിച്ച് വൈകുന്നേരം 4:30 വൃന്ദ കാരാട്ടാണ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുക. അതിന് മാധു സൂചിപ്പിച്ചുപോലെ തന്നെ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മാധ്യമങ്ങളോടായിക്കോട്ടെ ജനങ്ങളോടായിക്കോട്ടെ എങ്ങനെ പ്രതികരിക്കണം, ആ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത, അതിലൊരു നയപരമായ കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന കാര്യത്തിലൊരു തർക്കമില്ലെങ്കിലും അദ്ദേഹം വിടവാങ്ങിയിട്ട് 2 വർഷം പിന്നിടുന്നു. അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിയം തന്നെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളും ഒക്കെ ചെന്ന് ചേർന്ന് തയ്യാറാക്കിയിരുന്നു. മുഖ്യമന്ത്രിയാണത് കഴിഞ്ഞ വർഷം അതിവിടെ എത്തി ഉദ്ഘാടനം അടക്കം ചെയ്തു. ഏതായാലും ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ 2ാം ചരമദിനത്തിൽ അദ്ദേഹത്തിന് അനുസ്മരണം ഒരുക്കുകയാണ് പാർട്ടി. വിപുലമായ പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ ദീപ്ത സ്മരണകൾ എല്ലാ കാലത്തേക്കും നിലനിൽക്കാൻ അദ്ദേഹത്തിന് ഒരു നിത്യസ്മാരകം ഒരുക്കിയിരിക്കുകയാണ് കോടിയേരിയിലെ വീട്ടിൽ. അദ്ദേഹത്തിന്റെ അർത്ഥകായ വെങ്കല പ്രതിമ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാച്ഛാദനം ചെയ്തിരിക്കുന്നു.